ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു പുട്ട് അധിക പേർക്കും ഉണ്ടാക്കാൻ അറിയുമായിരിക്കും. പാൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേങ്കിൽ ഇതിൽ നമ്മളൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് പുട്ട് കഴിച്ചാൽ പുട്ട് കഴിക്കാത്തവർ പോലും വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കും. ഇത് പുട്ടാണോ അല്ല വേറെ എന്തെങ്കിലും ഡെസേർട്ടാണോ എന്ന് വരെ വിചാരിച്ച് പോവും. അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇതും കൂടെ ചേർത്തിട്ട് പുട്ട് കഴിക്കുമ്പോൾ. പുട്ട് കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയും പുട്ട് മതി എന്ന്. പിന്നെ കറിൻ്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പുട്ട് റെഡിയാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുശേഷം തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ കാണും. അതൊന്നും മറക്കാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് പുട്ടിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തത്. നിങ്ങൾ ഏത് പുട്ടുപൊടിയാണ് യൂസ് ചെയ്യല് അതെടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെ 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിപ്പം മിക്സ് ചെയ്യുന്നൊന്നുമില്ല. ഒരു 10 മിനിറ്റ് ഇതേപോലെ തന്നെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി ഞാൻ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ പുട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന തേങ്ങയിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പാൽപുട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു രീതിയിൽ റെഡിയാക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച പുട്ടുപൊടി ഉണ്ടല്ലോ അതെന്തായി നോക്കാം. 10 മിനിറ്റെല്ലാം ആയിട്ടുണ്ട്. തുറന്നിട്ട് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഈ അരി കുടിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഒട്ടും കട്ടകളില്ലാതെ കൈവച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കാം. അങ്ങനെയെല്ലാം ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ പുട്ടുപൊടി റെഡിയാക്കി എടുക്കുക. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ചിരട്ടപ്പുട്ടിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ച തേങ്ങൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കിയ പുട്ടുപൊടി ഇതിൽ നിറച്ചിട്ട് കൊടുക്കുക. നിറച്ചും പുട്ടുപൊടി ഇട്ടതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് തേങ്ങൻ്റെ മിക്സ് ഇട്ടിട്ട് വീണ്ടും ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് അടച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു കുക്കറിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ആവി പുറത്തേക്ക് വരുന്നുണ്ട്. അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ആവി പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കൽ ആ ഒരു രീതിയിൽ തന്നെ ആവി പുറത്തേക്ക് വരുമ്പോൾ പുറത്തേക്ക് എടുത്തിട്ട് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പുട്ട് ചൂടോടെ തന്നെ കഴിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഏതൊരു പുട്ടായാലും ചൂടോടെ കഴിക്കുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഒരു പുട്ട് റെഡിയായതിന് ശേഷം ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കാം. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ആ ഒരു സീക്രട്ട് റെസിപ്പി കൂടെ ചേർത്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡ് കണ്ടൻസ് മിൽക്ക് എന്നെല്ലാം പറയൂലേ, അത് ഒരു 2 ടേബിൾ സ്പൂണോളം ഇതുപോലെ ഒഴിച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കഴിച്ച് നോക്കിയേ. ഇത് പുട്ടാണോ അല്ല ഡെസേർട്ടാണോ അങ്ങനെ പലതും നമുക്ക് തോന്നിപ്പോവും. അത്രയും ടേസ്റ്റാണ് ഈ ഒരു മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് പുട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും പുട്ട് റെഡിയാക്കിയിട്ട് ഇതുപോലെ കഴിച്ച് നോക്കുക. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. മക്കളൊക്കെ പറയും പിന്നെ ഇനി പുട്ട് മതി എന്ന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.